ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ജേണി ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ 6:10 ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നേരത്തെ ഇറങ്ങാന്നുള്ളത് എൻ്റെ ഹിസ്റ്ററിയിലുള്ള കാര്യമേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതേ എന്നെക്കാളും മുമ്പേ ബസ് എത്തി കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് വിശ്രമമാണ് കേട്ടോ. കാരണം നമ്മുടെ മുന്നിൽ കുറച്ച് ടൈമുണ്ട്. ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ടിരിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. നാട്ടിൽ അത്ര ഫീൽ കിട്ടത്തില്ലെങ്കിലും ഒപ്പിച്ചെടുക്കാം, അത്ര തന്നെ. നാട്ടിലും ഇവിടെ ഞാൻ ഒരേപോലെ ഫേസ് ചെയ്ത ഒറ്റ പ്രശ്നമുള്ളൂ കേട്ടോ. ആദ്യം ട്രാവലിംഗ് ആണ്. നാട്ടിലും ഞാൻ 1.5-2 മണിക്കൂറോളം ട്രാവൽ വൺ സൈഡ് ചെയ്യുമായിരുന്നു. ഇവിടെ അതുപോലൊക്കെ തന്നെ. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നാട്ടിലുള്ള ബസ്സിലുള്ള യാത്രയും അതിലുള്ള സൗഹൃദവും അതൊന്നും മിസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. എനിക്ക് ഈ കൺട്രി പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉള്ളടോ. അതാണ് മെയിനായിട്ട്. ഇവിടെ എല്ലാവരും സെൽഫിഷാണ്. നാട്ടിലെ പോലെ ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല. എന്താ അല്ലേ. കാരണം ഇവിടെ എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടി വന്നവരാ, എല്ലാവരും ജീവിക്കാൻ വേണ്ടി വന്നവരാ. അതിലുപരി എല്ലാവരും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടോ നഷ്ടപ്പെടാതിരിക്കാനോ വന്നിട്ടുള്ളൂ. കാര്യം പറഞ്ഞിരുന്ന സമയം പോയതറിഞ്ഞില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസ്. രാവിലെ 7:45 ഞാൻ വന്ന് പഞ്ച് ചെയ്യും കേട്ടോ. ബട്ട് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന 8:30-ക്കാണ്. അതുവരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടിരിക്കും. പിന്നെ അങ്ങോട്ട് 6:15 വരെ ഒരു നീണ്ട കാത്തിരിപ്പാണ് കേട്ടോ. ബട്ട് ഞാൻ ഇറങ്ങുമ്പോൾ 6:30 കാരണം എൻ്റെ ബസ് 6:40-നാണ്. ബൈ ദ വൈ, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് കേട്ടോ. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ടുള്ള നടത്താണ് കേട്ടോ. നമ്മുടെ ഏറിയിട്ടുള്ളത് ആകെ ഒരു ബസ്സാണ് കേട്ടോ, 906. അതങ്ങോട്ട് 1 മിനിറ്റ് ലേറ്റ് ആകുകയോ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ ദിവസം പോയിട്ടോ. കാരണം ഞാൻ 3 ബസ് ക്യാച്ച് ചെയ്തിട്ടാണ് വൈകുന്നേരം റൂമിലെത്താറ്. അതിൽ ഒരു ബസ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് ലേറ്റ്. നിങ്ങൾക്കറിയാലോ, UAE സിഗ്നലും കാര്യങ്ങളൊക്കെ നല്ല ബ്ലോക്ക് ആവും കേട്ടോ. അങ്ങനെ നമ്മൾ ഭവാദി മാളെത്തി. പിന്നെ അവിടെ ഒരു നീണ്ട കാത്തിരിപ്പ്. എൻ്റെ ബസ്സാണെന്നോർത്ത് ഞാൻ വന്നതാണ്, ബട്ട് എൻ്റെ ബസ്സല്ല കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ബസ് എത്തി കേട്ടോ. അങ്ങനെ സ്റ്റോപ്പിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഈ മുതൽ എന്നെ കത്തിവിടെ നിൽപ്പുണ്ടായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ സ്നേഹനിധിയായ കെട്ടിയോൻ. ഇനി ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബായ്.